റൊഡേഷ്യൻ റിച്ച് ബാക്ക് എന്ന് പറയുന്നത് ഒരിനം നായയാണ്. എ ടൈപ്പ് ഓഫ് ഡോഗ് ആണ് റൊഡേഷ്യൻ. നമ്മൾ അൽസേഷ്യൻ എന്നും പോമറേനിയൻ എന്നും ഒക്കെ പറയില്ലേ, അതുപോലൊരു ടൈപ്പ് ഓഫ് ഡോഗ് ആണ് റൊഡേഷ്യൻ റിച്ച് ബാക്ക്. പക്ഷേ ഈ റൊഡേഷ്യൻ റിച്ച് ബാക്കിനുള്ള പ്രത്യേകത, ഒരു മൃഗത്തിനെ വേട്ടയാടുന്ന ഏക വിഭാഗം നായ റൊഡേഷ്യൻ റിച്ച് ബാക്കാണ്. റൊഡേഷ്യൻ റിച്ച് ബാക്ക് ഏത് മൃഗത്തിനെയാണ് വേട്ടയാടുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരാൻ ഞാൻ 4 ഉത്തരം തരാം. ഈ നായ ഏത് മൃഗത്തിനെയാണ് വേട്ടയാടുന്നത്? ഒന്നാമത്തെ ഉത്തരം സിംഹം, ലയൺ. ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം എലിഫന്റ്, ആന. മൂന്നാമത്തെ ഉത്തരം ഡിയർ, മാൻ. നാലാമത്തെ ഉത്തരം ചിമ്പാൻസി. സിംഹത്തിനെയാണോ, ആനയെയാണോ, മാനിനെയാണോ, ചിമ്പാൻസിയെയാണോ ഈ റൊഡേഷ്യൻ റിച്ച് ബാക്ക് എന്ന് പറയുന്ന നായ വേട്ടയാടുന്നത്? അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. പണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചിരുന്ന മുതിർന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. ആ നേതാക്കളെയെല്ലാം തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കാനും പരിചരിക്കാനും ഒക്കെ ഇതിൽ ആകൃഷ്ടരായ ഒരുപാട് നിങ്ങളെപ്പോലുള്ള കൊച്ചു കുട്ടികൾ ചേർന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയുടെ പേര് വാനരസേന എന്നായിരുന്നു. ശ്രീരാമനെ സഹായിച്ചതാണ് പണ്ട് വാനരസേന. ഈ വാനരസേനയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ, വാനരസേനയുടെ ലീഡറായിരുന്ന ഒരു കുട്ടി പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആരാണ് വാനരസേനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുതിർന്നവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത, വാനരസേനയ്ക്ക് നേതൃത്വം കൊടുത്ത, പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആ കുട്ടി ആരാണ്? 10ാമത്തെ ചോദ്യം, മലർവാടി അറിയോ? ഏത് വർഷമാണ് ആരംഭിച്ചത്? മലർവാടി ആരംഭിച്ച വർഷം ഏത്? ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ സഹായത്തിന് വേണ്ടി ആ ചോദ്യം ഇങ്ങനെ പരിഷ്കരിക്കാം. മലർവാടി ഗൾഫിൽ ആരംഭിച്ചത് ഏത് വർഷം? നാട്ടിൽ ആരംഭിച്ചതല്ല. മലർവാടി ഗൾഫിലെ കുട്ടികൾക്ക് ആരംഭിച്ചത്, ഗൾഫിലെ കൂട്ടുകാരുടെ ഇടയിൽ മലർവാടി ആരംഭിച്ചത് ഏത് വർഷം? അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. If 1 is equal to 3, ശ്രദ്ധിച്ച് കേട്ടോളണം. 1 is equal to 3, 2 is equal to 3, 3 is equal to 5. ശ്രദ്ധിച്ച് കേട്ടോ. 3 is equal to 5, 4 is equal to 4. അപ്പോ 5 is equal to എത്ര? 1 എന്ന് പറയുന്നതിന് 3 എന്നാണ് വില. ഒരു സെക്കൻഡ്, നിങ്ങളിപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നയാൾ തിരക്കിലാണ്, പിന്നീട് വീണ്ടും വിളിക്കുക. അപ്പോ 1 is equal to 3, 2 is equal to 3, 3 is equal to 5, 4 is equal to 4. അപ്പൊ 5 is equal to എത്ര? ഈ ചോദ്യത്തിന് ശരി ഉത്തരം എഴുതുന്ന, കൃത്യമായി കാരണം കണ്ടുപിടിച്ചെഴുതുന്ന ആളിന് അങ്കിളിന്റെ വക ഒരു പ്രത്യേക സമ്മാനമുണ്ട്. നിസ്സാര ചോദ്യമാ. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പേരിൽ ഒരു ആത്മകഥ എഴുതിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആര്? ചോദ്യം നമ്പർ കേട്ടില്ല? 13. അതും ക്രിക്കറ്റ് വേണോ? വേണ്ടെന്നതാ കൂട്ടുകാരികൾ പറയാം. ഫുട്ബോൾ വേണ്ട 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 അയ്യോ വേണ്ട 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 നമുക്ക് സ്പോർട്സേ വേണ്ട. നമുക്ക് സിനിമയിലേക്ക് പോവാം. ഓക്കെ, ശരി. ശിവാജി റാവു ഗെയ്ക്വാദ്, അതൊരു വലിയ സിനിമാടനാ. അയാള് എന്ത് പേരിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം? ഓൾ ഓഫ് us know him, നമുക്ക് എല്ലാവർക്കും അറിയാം. ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന ആള്
ഏത് പേരിലാണ് നമ്മൾ അറിയുന്ന? പ്രശസ്തനായ സിനിമാ നടനാണ് ശിവാജി റാവു ഗെയ്ക്വാദിനെ എന്ത് പേരിലാണ് നമ്മൾ അറിയുന്നത്? കേട്ടില്ല? മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ, ഇംഗ്ലീഷാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇന്ത്യയിലെ ഒരു വലിയ നടനാ. ശരി, ക്ലൂ ക്ലൂ. ചിലര് കൈ കാണിക്കുന്നു, എന്നാലും ഒരു ക്ലൂ പറയാം. നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി അല്ലേ? അപ്പോ ശ്രീ അബ്ദുള്ള എന്നോട് പറഞ്ഞു സാർ അല്പം ലേറ്റായി എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ലേറ്റാ വന്നാലോ ലേറ്റസ്റ്റാ വരുവേൻ എന്ന്. അടുത്തത് എത്രാമത്തെ ചോദ്യമാണ് മക്കളെ? 14 അല്ലേ? 14. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പ് കതിരിന്റെ നിറമാണ്, പേടിച്ച പേടമാൻ മിഴിയാണ്. ഇത് എഴുതിയത് ONV കുറുപ്പ് എന്ന കവിയാണ്. അദ്ദേഹം ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് കൊണ്ട് നൽകിയ ദേശീയ പുരസ്കാരം, ആ അവാർഡ് ഏത് അവാർഡാണ്? ഇനി അവസാനത്തെ ചോദ്യം എന്താണ്? അവസാനത്തെ ചോദ്യം അല്ലേ? ഇതിനെ കുറിച്ച് ചോദിക്കണം. അവസാനത്തെ ചോദ്യം സ്പോർട്സ് ഒന്ന് ചോദിച്ചല്ലോ മോനെ. അത് ശരിയല്ല, പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. ഒന്ന് സ്പോർട്സ് ചോദിച്ചു. എന്താ മോളെ പറയേ? സോഷ്യൽ സ്റ്റഡീസോ ഹിസ്റ്ററിയോ? ഹിസ്റ്ററി. ശരി, ജോഗ്രഫിയോ? അതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ ഞാനൊരു ചോദ്യം ചോദിക്കാം. റെഡി? ഹിപ്പപ്പൊട്ടാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹിപ്പപ്പൊട്ടാമസിന് ദേഷ്യം വരുമ്പോ ഹിപ്പപ്പൊട്ടാമസ് വിയർത്താൽ വിയർപ്പിന്റെ നിറം എന്ത്? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ സ്വെറ്റ് ഓഫ് an upset hippo? അസ്വസ്ഥനായ, ദേഷ്യം വന്ന അല്ലെങ്കിൽ സങ്കടം വന്ന ഒരു ഹിപ്പപ്പൊട്ടാമസിന്റെ വിയർപ്പിന്റെ നിറം എന്താണ്? Now you can hand over the papers. എഴുതിയത് മതി, ഇനി കടലാസ് കൊടുക്കൂ. ചോദ്യം. ശ്രദ്ധിക്കുക, കുട്ടികളുടെ പേരും ഉത്തരക്കടലാസിൽ എഴുതാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. റെഡി? അപ്പൊ ഇനി പറയട്ടെ ഉത്തരങ്ങൾ. അങ്കിൾ ആദ്യം ചോദിച്ചത് ജീൻ ടൈലറും ആൻ ടൈലറും 2 സഹോദരിമാരാണ്. അവരെഴുതിയ പാട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് അങ്കിളിന് 100% ഉറപ്പുണ്ട്. അതിലെ ആദ്യത്തെ വാക്ക് എന്താണ്? അപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പൊ അങ്കിള് പറഞ്ഞു അങ്കിൾ ഉത്തരം പറയുമ്പോഴും നിങ്ങൾ അങ്ങനെ പറയണമെന്ന്. അവരെഴുതിയ ഏറ്റവും പ്രശസ്തമായ പാട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ how I wonder what you are up above the world so high like a diamond in the sky. ഇത് നിങ്ങൾക്ക് അറിയില്ലേ ഈ പാട്ട്? അപ്പൊ അങ്കിൾ പറഞ്ഞത് ശരിയാണോ കള്ളമാണോ? ശരി. അപ്പൊ അതിന്റെ ഉത്തരം ട്വിങ്കിൾ എന്നാണ്. രണ്ടാമത് അങ്കിൾ ചോദിച്ചു മിസ്സാറുവിനെയും മസാറുവിനെയും മിക്കാസാറുവിനെയും നിങ്ങൾക്കറിയാം എന്ന്. അപ്പോഴും നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, അങ്കിൾ കള്ളം പറയുകയാണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ആരാണ് അവരെന്ന് ചോദിച്ചു. മിസ്സാറു ഒന്നും മിണ്ടില്ല, അല്ല മിസ്സാറു ഒന്നും കാണില്ല, കണ്ണ് പൊത്തിക്കൊണ്ടങ്ങിരിക്കും. മസാറു ഒന്നും കേക്കില്ല, കാത് പൊത്തിക്കൊണ്ടങ്ങിരിക്കും. മിക്കാസാറു ഒന്നും പറയില്ല, വായ് പൊത്തിക്കൊണ്ടങ്ങിരിക്കും. നിങ്ങൾ കണ്ടില്ലേ 3 വൈസ് മങ്കീസ്, 3 ബുദ്ധിമാന്മാരായ കുരങ്ങുകൾ
മിണ്ടരുത്, കേൾക്കരുത്, പറയരുത് എന്ന് പറഞ്ഞ് കാത് പൊത്തിയും കണ്ണ് പൊത്തിയും വായ് പൊത്തിയും ഇരിക്കുന്ന 3 കുരങ്ങുകളില്ലേ, 3 wise monkeys. ആ കുരങ്ങുകളുടെ പേരാണ് മിസാറു, മസാറു, മിക്കാസാറു. തപാൽ സ്റ്റാമ്പിൽ പേരെഴുതാത്ത ഏക രാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് മാത്രമാണ് തപാൽ സ്റ്റാമ്പിൽ പേരെഴുതാത്ത ഏക രാജ്യം. പിന്നെ അങ്കിൾ 4ാമത്തെ ചോദ്യം, അങ്കിൾ 7 തവണയാണ് അധികം എന്ന് പറഞ്ഞത്. 5ാമത്തത്, കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. എല്ലാവർക്കും ആ പാട്ടറിയാം അല്ലേ? അത് എഴുതിയത് മലയാളത്തിലെ വലിയൊരു കവിയാണ്, മഹാകവിയാണ്, ഉള്ളൂർ. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ഈ പാട്ട് എഴുതിയത്. അടുത്തത് ദാ ആ അങ്കിളിഞ്ഞ് വന്നേ. ഈ അങ്കിളിന്റെ മോക്ക് അങ്കിൾ ഇട്ട പേര് 26 എന്നാണ്. അങ്കിളിന്റെ മോന് 36, ഭാര്യയ്ക്ക് 46. അപ്പൊ അങ്കിൾ ആരാണ്? എന്റെ മോളുടെ പേര് സൗപർണിക പ്രദീപ് എന്നാണ്. മോന്റെ പേര് സൂര്യനാരായണൻ പ്രദീപ് എന്നാണ്. ഭാര്യയുടെ പേര് ബിന്ദു പ്രദീപ് എന്നാണ്. അപ്പൊ എന്റെ പേരെന്താണ്? പ്രദീപ്. അതുപോലെ അങ്കിളിന്റെ മോക്ക് 26 എന്നും മോന് 36 എന്നും ഭാര്യയ്ക്ക് 46 എന്നും ആണ് പേരെങ്കിൽ ഈ അങ്കിളാണ് 6, മിസ്റ്റർ 6 അല്ലേ? ശരി. അടുത്ത ചോദ്യം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ലോക പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ മൈക്കൽ ആഞ്ചലോ ചിത്രം വരയ്ക്കുമ്പോഴും ശില്പം നിർമ്മിക്കുമ്പോഴും ഒന്നും ഈ വിരൽ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട്? ഉത്തരം ഇതാണ്, ഈ വിരൽ ഇത് എന്റെ വിരല, അയാളുടെ വിരലല്ല. അടുത്ത ചോദ്യം, റൊഡേഷ്യൻ റിച്ച്ബാക്ക്. ഞാൻ പറഞ്ഞു ഒരു മൃഗത്തിനെ വേട്ടയാടുന്ന നായയാണ് റൊഡേഷ്യൻ റിച്ച്ബാക്ക്. ഏത് മൃഗത്തിനെയാണ് വേട്ടയാടുന്നത്? സിംഹത്തെയാണോ, ആനയെയാണോ, മാനിനെയാണോ, ചിമ്പാൻസിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അറിവ് എന്താണ്? ഞാൻ നമ്മുടെ നാട്ടിലെ കുട്ടികളോട് പറയും, നിങ്ങളെല്ലാം റൊഡേഷ്യൻ റിച്ച്ബാക്ക് ആകണം, ആ വർഗത്തിൽപ്പെട്ട നായയാകണം എന്ന് പറയും. കാരണം അറിവ് എന്ന് പറയുന്നത് ഒരു ഗുഹയ്ക്കകത്ത് ഹംഗ്രി ആയി കഴിയുന്ന, വിശന്നും ദേശത്തിലും കഴിയുന്ന ഒരു സിംഹമാണ്. അതിനെ വേട്ടയാടി പിടിക്കാൻ നമുക്ക് കഴിയണം എന്ന് ഞാൻ പറയും. റൊഡേഷ്യൻ റിച്ച്ബാക്ക് is the only group of dogs which hunt a lion. നിങ്ങൾക്ക് ആ നെറ്റിൽ പോയാൽ കാണാം അതിന്റെ പടം. സിംഹം ഇങ്ങനെ പോകുമ്പോ ഒരു നായി റൊഡേഷ്യൻ റിച്ച്ബാക്ക് ഇങ്ങനെ പിറകെ പോകുമ്പോൾ സിംഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ഈ വഴിക്കൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് പോകുന്നത് കാണാം. അതിന്റെ കാരണം ഈ റൊഡേഷ്യൻ റിച്ച്ബാക്കിന് ഭയങ്കര റിഫ്ലക്സ് ആക്ഷനാണ്. സിംഹത്തിന്റെ ഈ കഴുത്തിൽ നിന്നും ഈ കഴുത്തിലേക്ക് ചാടും, ഇവിടെ നിന്ന് ഇവിടേക്ക് ചാടും, ഇവിടെയാണ് പിടിക്കുന്നത് ഈ നായ. അപ്പൊ സിംഹത്തിന് തലതിരിക്കാനോ കൈ ഉയർത്തി അടിക്കാനോ സമയം കിട്ടില്ല റൊഡേഷ്യൻ റിച്ച്ബാക്കിന്റെ മൂവ്മെന്റുകൾ. സിംഹം ഉത്തരം. പിന്നെ പണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന വാനരസേനയുടെ നേതാവ് ഇന്ദിരാ പ്രിയദർശിനി എന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാ പ്രിയദർശിനി ഹിന്ദു ആയിരുന്നു, വാനരസേനയുടെ നേതാവ് അവരാണ് ഇന്ദിരാ പ്രിയദർശിനി, ശ്രീമതി ഇന്ദിരാഗാന്ധി. മലർവാടി ഗൾഫിൽ ഏത് വർഷമാണ് ആരംഭിച്ചത്? 2001. അത് തെറ്റായ ഉത്തരമാണ്. 2004 അല്ലേ? ശരിയല്ലേ? 2004 മലർവാടി ഗൾഫിൽ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, അതിനാരെങ്കിലും ഉത്തരം പറഞ്ഞോ? If 1 is equal to 3, 1 is equal to 3, എന്താ മോളെ ഉത്തരം? സൈലൻസ് പ്ലീസ്. എന്താ മോളെ ഉത്തരം? എന്തുകൊണ്ട്? അതുകൊണ്ടൊന്നും അല്ല മോളെ. 1 is equal to 3. 1 സ്പെല്ല് ചെയ്യൂ. 1 സ്പെല്ല് ചെയ്യൂ. ONE. 1 is equal to 3. 2 is equal to 3. 2 സ്പെല്ല് ചെയ്യൂ. TWO is equal to 3. 3 is equal to 5. 3 സ്പെല്ല് ചെയ്യൂ. THREE. 5. 4 is equal to 4. FOUR. 4. അപ്പോൾ 5 is equal to FIVE. 4.